കുടുംബജീവിതം പ്രശ്നത്തിലായി, കൃഷികൾ തകർന്നു, നമ്മൾ സ്നേഹിച്ച മൃഗങ്ങൾ ചത്തു, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്ലൈറ്റിലിരുന്ന ശ്വാസം ഒന്ന് വിടുന്നത്. അല്ല, അപ്പം ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഈ ഫുഡ് കറക്ഷനിലൂടെ പ്രഗ്നൻസി പോസിബിൾ ആണ്? ശ്രീനിയേട്ടൻ്റെ കൃഷിയിലേക്ക് നമ്മളാണ് ആദ്യകാലങ്ങളിലെല്ലാം സപ്പോർട്ട്. മമ്മൂക്കയുടെ കൃഷി 5 വർഷത്തോളം നമ്മളാണ് മാനേജ് ചെയ്ത്. വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് പിള്ളേരെ അറിയിക്കത്തില്ലായിരുന്നു. ഇപ്പം ഇവരെന്നെ നോക്കുന്നതുകൊണ്ട് എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം ഞാനൊരു വിഷമത്തിലാണെന്ന് ഇവർക്ക് അറിയാതെ വരരുതല്ലോ. പിന്നെ മൂത്ത മോന് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, അവൻ ഈ കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്, പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ അരിയിലൂടെ ഈ മാറ്റങ്ങളൊക്കെ വരുമെന്ന്. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആയവർക്കും ഞാൻ കൊടുത്തത് പൂങ്കാർ റൈസ് തന്നെയാണ്. എനിക്ക് നാളെക്കുറിച്ച് ഒട്ട് ഭയമൊന്നുമില്ല. ബിസിനസ് എല്ലാം പൊളിയുമ്പോഴും കഴക്കൂലിയമ്പറല്ലേ AC ഊരുമ്പോഴും ആ കടയിൽ ഞാനുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്, ഈ ആളുകൾ ഇങ്ങനെ ഇത്രയും കോളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പം ഡോക്ടേഴ്സും നഴ്സസും ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഇതിലുള്ളവർ തന്നെയാണ്. സത്യത്തിൽ നമ്മളന്ന് അരിയെക്കുറിച്ച് പറഞ്ഞതിനോടൊപ്പം പറഞ്ഞ ഒരു കൊച്ചു പോർഷനാണ്, ചെറിയൊരു പോർഷനാണ് നമ്മുടെ ഫുഡ് കറക്ഷനെ പറ്റി പറഞ്ഞത്. കമ്പാക്ക് നടത്തി ധൃതിയൊന്നുമില്ല ഇനി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാച്ചുറൽ എഡിബിൾസ് എൻ്റെ കൈപ്പിടിയിൽ ആയി. ബിസിനസിന്റെ തകർച്ചയിൽ നിന്ന് ഉയർത്തു വന്ന ഒരു ബിസിനസ്സുകാരി ബിജി അബൂബക്കർ. വെൽക്കം ടു പ്രോഫിറ്റ് ന്യൂസ്. നമസ്കാരം സർ. 2018 ഒരു ഫ്ലഡിൽ ഫുൾ ബിസിനസ് തകർന്നു പോകുന്നു. ആ തകർച്ചയെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി ഒരു സോഷ്യൽ കോസിന് വേണ്ടി നിന്ന ഭാഗം ആയിരുന്നു നമ്മൾ. പക്ഷേ ബിസിനസ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കം വന്ന് നമുക്ക് വന്ന നഷ്ടങ്ങളെ നികത്താനുള്ള ഒരു രീതിയും അന്ന് സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ വേറൊരു പ്രത്യേകിച്ചൊരു സപ്പോർട്ടോ ഒന്നും നമുക്ക് കിട്ടിയില്ല. കാര്യം നമ്മൾ ചെയ്തിരുന്ന ഒന്നും സ്വന്തം സ്ഥലത്തായിരുന്നില്ല, എല്ലാം ലീസ് ലാൻഡിലായിരുന്നു. അപ്പോൾ അതിലൊന്നും നമുക്കൊരു കരാറുകളും ആരുമായും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും, അല്ലെങ്കിൽ തന്നെ അന്ന് വന്ന നഷ്ടങ്ങളൊന്നും നമുക്ക് അങ്ങനെ നികത്താൻ പറ്റുന്നില്ല. കാര്യം 200-270 ഏക്കറിൽ അന്ന് നെൽകൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. കോട്ടയം, എറണാകുളം, വയനാട്, പാലക്കാട് ജില്ലകളിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കായൽ പോലെയായി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി കൊയ്യാറായ പാടങ്ങളും ഒക്കെ പോയി. കാര്യം ജൂലൈയിലായിരുന്നു വെള്ളപ്പൊക്കം. ജൂലൈ ഓഗസ്റ്റ് മാസം നമ്മുടെ നല്ല സമയമായിരുന്നു. നമ്മുടെ നെല്ലെല്ലാം പൊങ്ങി വരുന്ന ഒരു സമയത്ത് ഇതെല്ലാം പോയി. മാത്രമല്ല അന്ന് കോട്ടയത്ത് ഒരു അരിമേള നടത്തിയിട്ട് നമ്മുടെ കോട്ടയത്തെ തിരുവഞ്ചൂരിൽ വീട്ടിൽ ഒരു 2-2.5 ടൺ അരി ഇരിപ്പുണ്ടായിരുന്നു. പ്രോസസ്ഡ് പാക്ഡ് റൈസ് ഉണ്ടായിരുന്നു. ആ വീട് ഏകദേശം ഒരു റൂഫോളം വരെ മുങ്ങി, അതും പോയി. 19 നാടൻ പശുക്കൾ ചത്തുപോയി. അതിനെ കുഴിച്ചിടാൻ തന്നെ ആയിരക്കണക്കിന് രൂപ വേണ്ടി വന്നു. കാര്യം അതൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഈ മാടൊക്കെ ചത്തങ്ങ് വീർത്ത് വന്നിട്ട്, അപ്പോൾ ചെറിയ നഷ്ടങ്ങളൊന്നും അല്ല അന്ന് നമ്മൾ ഈ കൃഷിയുടെ അടിസ്ഥാനം തന്നെ നാടൻ പശുക്കളാണ്. അതുങ്ങൾ ചത്തുപോയി, കൃഷി നശിച്ചു, നെല്ല് വെള്ളത്തിൽ പോയി, അരി വെള്ളത്തിൽ പോയി, ജീവിതവും അതിനൊപ്പം പോയി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഞാനും ഹിലാലും ഒരുമിച്ച് ജീവിച്ചു കൊണ്ടുവന്ന ഒത്തിരി ആശയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യത്തിലും. ഹസ്ബൻഡ്, അതെ. ഞങ്ങൾ സംഘടനാ കാലത്ത് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരാണ്. പുള്ളിയുടെ പല കാര്യങ്ങളോടും എനിക്ക് ആദ്യമൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും സാവധാനം അത് നമുക്ക് ഗുണപരമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പല തീരുമാനങ്ങളും. അപ്പോൾ അന്ന് ഹിലാലിന് ഈ നഷ്ടങ്ങളൊന്നും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുടുംബത്തിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകുകയും കുട്ടികൾക്ക് അത് വലിയ ഭാരമാകുകയും ചെയ്തു. കാര്യം കുട്ടികൾക്ക് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഹിലാലിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഹിലാൽ കൃഷി ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ കൃഷി ചെയ്തിട്ടുണ്ട്, ശ്രീനിയേട്ടൻ്റെ കൃഷിയിലേക്ക് നമ്മളാണ് ആദ്യകാലങ്ങളിലെല്ലാം സപ്പോർട്ട്. മമ്മൂക്കയുടെ കൃഷി 5 വർഷത്തോളം നമ്മളാണ് മാനേജ് ചെയ്ത്. ഇവിടെയൊന്നും പുള്ളിക്ക് ഒന്നും ഓപ്പണായിട്ടൊന്നും പറയാനറിയില്ല. ഇപ്പോൾ ഒരു നഷ്ടമാണെന്ന് പറയാൻ അറിയില്ല. പുള്ളി അത് വേറെ ഏതെങ്കിലും വഴികളിലൂടെ നികത്താൻ നോക്കും. അങ്ങനെ നോക്കി വന്ന് ഈ 2018 ഫ്ലഡും കൂടെ ആയപ്പം ഇതൊന്നും പുള്ളിക്ക് എവിടെയും പറയാനോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റുന്ന ഒരാളല്ല. അങ്ങനെ വലിയ സംഘടനാ പാഠവത്വമൊക്കെ ഉള്ള ആളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായി. കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ടുള്ള ജീവിതം വളരെ ദുസ്സഹമായി. അങ്ങനെ ഞാനൊരു ദിവസം ഈ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് കുറച്ച് ദിവസം മാറി നിന്നിട്ട് നേരെ ദുബായിൽ പോയി. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 2019 ഫെബ്രുവരി 21 ഞാൻ ഇവിടെ നിന്ന് ദുബായിക്ക് പോയി. ദുബായിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് 42 വയസ്സുണ്ട്. അപ്പം ഇനിയിപ്പം
എന്താ ജോലി തപ്പുന്നത്. ശരിക്കും ജോലിയൊക്കെ പണ്ടേ എനിക്കൊരു 19 വയസ്സുള്ളപ്പോൾ ദുബായിലൊക്കെ ജോലി കിട്ടണം. അന്നൊക്കെ പേടി കാരണം പോയില്ല. 42 വയസ്സ് വന്നിട്ട് എന്ത് ചെയ്യും. ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു വല്ല മെയ്ഡായിട്ടാണെങ്കിലും നോക്കാം, കാര്യം പാചകമൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, പിന്നെയുള്ള കാലത്ത് റിസ്ക് ഇല്ലല്ലോ. അപ്പം ഇതാകുമ്പം അപ്പം അനിയത്തി എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ നിന്നെ വിടാൻ പറ്റുമോ, അവൾ അത്യാവശ്യം അവിടെ നല്ല സെറ്റിൽഡാണ്. പിന്നെ മാത്രമല്ല ആ വിസയിൽ നമുക്ക് പിള്ളേരെ സ്പോൺസർ ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് അവിടെ ഒരു ഓർഗാനിക് ഷോപ്പിൽ ക്വാളിറ്റി സൂപ്പർവൈസറായിട്ട് ഞാൻ കയറുന്നത്. പക്ഷേ എൻ്റെ എത്തിക്സ് എനിക്കതിന് അവിടെ തുടരാൻ അനുവദിച്ചില്ല. അപ്പോൾ പതിയെ ഞാൻ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ബിജിക്ക് ദുബായിലൊരു ബിസിനസ്. അപ്പം ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് സ്വപ്നം കാണാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിന് ആദ്യം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ബിജി ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊക്കെ കുറേശ്ശൊക്കെ പൈസയൊക്കെ ഇടാം, എന്നിട്ട് നീ ഒരു കമ്പനി തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചനകൾ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയൊരു മലയാളി ബിസിനസ് വുമണുണ്ട്, ഒരു കേരളത്തിലെയും വലിയ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെയാണ്, അവരെൻ്റെ കസ്റ്റമറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തെ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു എന്തോ ആരോഗ്യമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നല്ലോ, ഞാനായാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും ആലോചിക്കാനില്ല. എന്നാന്ന് വെച്ചാൽ അവരാണെങ്കിൽ അത്ര ഇമ്മൻസ്ലി റിച്ച് ആണ്, പിന്നെ ദുബായിൽ അതുപോലെ കോണ്ടാക്ട്സ് ഉള്ളവരാണ്. അങ്ങനെ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞു ബിജി ജബലലിയിൽ ഓഫീസിൽ വരാൻ പറഞ്ഞു. വണ്ടി വിട്ടു. ഞാൻ അവിടെ ചെല്ലുമ്പം അവിടുത്തെ 100,000 എൻ്റെ കയ്യിലെടുത്ത് ദറംസ് എൻ്റെ കയ്യിൽ തരികയാണ്. കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് കമ്പനി ഉണ്ടാക്കണം, കമ്പനി ബിജിയുടെ പേരിലായിരിക്കണം, അത് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ബിജി തീരുമാനിച്ചു, ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പുറകെ ഇടാമെന്ന് പറഞ്ഞു. അതിന് ഈ 100,000 കൊണ്ട് നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. തിരിച്ച് കാറിലൊക്കെ വരുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം 20 lakh മേളിൽ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ തിരിച്ച് ഇവരുടെ വണ്ടിയെ തന്നെ പോരുമ്പോഴൊക്കെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇത്രയും പൈസ എൻ്റെ കയ്യിൽ വലിയ പ്രശ്നമായിട്ട് ഇത്രയും പൈസ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിത് നേരെ കൊണ്ട് എൻ്റെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കയ്യിൽ തരണ്ട, കാര്യം എനിക്ക് പേടിയാണ് ഈ അത്രയും പൈസ എൻ്റെ കയ്യിൽ തന്നപ്പോൾ. അപ്പോൾ അനിയത്തിയോട് ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ മണി അല്ല അവിടുത്തെ തന്നെ 40,000 ദറംസിന് മേളിലായിട്ടുണ്ട് അവിടെ കമ്പനി തുടങ്ങാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അവിടെ കമ്പനി തുടങ്ങി, അതും മെയിൻലാൻഡ് ലൈസൻസിലാണ് തുടങ്ങുന്നത്. അത് സാധാരണ ഫ്രീ സോണിലൊക്കെ പോയി തുടങ്ങും, അങ്ങനെയൊന്നുമല്ല. ഞാൻ തന്നെ പാർട്ട്ണറായി. അതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നതിൽ അപ്പുറമല്ലേ. ഫെബ്രുവരി ദുബായിൽ പലായനം ചെയ്ത പോലെ പോവുകയാണ്. ഒരു 10-18 ബാഗും ഒക്കെ ഫ്ലൈറ്റിൽ കയറ്റി തകർന്ന് അതെ ഒളിച്ചോടുക. പിള്ളേരുമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടുത്തെ ഞാൻ 11 മണി സമയത്ത് കയറിയിട്ട് ഞാനൊന്ന് ശ്വാസം വീഴുന്നത്, കാര്യം മൊത്തം കുടുംബജീവിതം പ്രശ്നത്തിലായി, കൃഷികൾ തകർന്നു, നമ്മൾ സ്നേഹിച്ച മൃഗങ്ങൾ ചത്തു, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്ലൈറ്റിലിരുന്ന ശ്വാസം ഒന്ന് വിടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു കേവലം കുറച്ച് മാസങ്ങൾ കൊണ്ട് ദുബായിലൊരു ബിസിനസ് തുടങ്ങുന്നു, അതിലെ പാർട്ട്ണറാകുന്നു, പിന്നെ പിള്ളേർക്ക് വിസയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഒരു 3-4 മാസം പോയി കഴിഞ്ഞപ്പം ഇവർ പെട്ടെന്ന് ഇതിൽ നിന്ന് ബാക്കൗട്ടായത് ഒരു ഫോണിലൂടെ എന്നെ അറിയിക്കുന്നത്. അതായത് ഞാൻ ആ നേരം കൊണ്ട് നാട്ടിൽ വന്നു, എല്ലാ സെറ്റപ്സും ഉണ്ടാക്കി. അതായത് ഇവരിട്ട പേരാണ് നാച്ചുറൽ എഡിബിൾസ് എന്നുള്ളത്, ഈ ചേച്ചി ഇട്ട പേരാണ്. അപ്പോൾ ചേച്ചി ഈ നാച്ചുറൽ എഡിബിൾസ് എന്ന് പേരിട്ടിട്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ നാച്ചുറാലിസ് എഡിബിൾസ് എന്ന് പറഞ്ഞാൽ LLP ഉണ്ടാക്കി. അപ്പോൾ ഈ കമ്പനിയും ദുബായിലെ കമ്പനിയും തമ്മിലാണ് എല്ലാ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ വന്നതെല്ലാം തുടങ്ങി പല ഫാമേഴ്സ് ഞാൻ അഡ്വാൻസ് ചെയ്തെല്ലാം കഴിഞ്ഞാണ് ഇവർ ബാക്കൗട്ടാകുന്നത്. അപ്പോൾ ശരിക്കും ഒരു ദിവസം എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഞങ്ങൾ ഇതിൽ നിന്ന് ഒന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, സോ ഞങ്ങൾ ബാക്കൗട്ട് ആകുമെന്ന്. എന്തേമേ എന്നെ വെടിവെച്ച് കൊല്ലുന്നായിരുന്നു ഇതിലും ഭേദമെന്ന്. കാര്യം 4 പിള്ളേരും ഞാനും അവിടെ ടെനൻസിയിൽ വീടും എടുത്തു, എന്ത് ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ എന്ത് ചെയ്യും. അപ്പം എന്നോട് ഐ വിൽ ഗീവ് യു സാലറി ഫോർ 2 months. അപ്പം നിങ്ങൾ അതും കൊണ്ടിട്ട് ഐ തിങ്ക് യു ഗോട്ട് എ വിസ, അപ്പം യു ക്യാൻ സെൽ എനിത്തിങ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ചേച്ചി ചെയ്യേണ്ടത്, ഞാൻ ഈ ഷാർജയിലാണ് താമസിക്കുന്നത്, ദുബായിലാണ് കമ്പനി, അപ്പോൾ യു ക്യാൻ സെൽ എനിത്തിങ്. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ പുള്ളിക്കാരത്തെ എനിക്ക് ഇടയ്ക്ക് അച്ചാർ കമ്പനിയുടെയും അച്ചാറിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ പടം അയച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ അയച്ചിട്ടുണ്ട് ഇതെന്തിനാണ് എനിക്ക് അയച്ചു തരുന്നത്, കാര്യം ഐ എം നോട്ട് പ്ലാനിങ് ടു സെൽ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ പിന്നെ എന്തിനാ ഇതെനിക്ക് അയച്ചു തരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു യു ക്യാൻ സെൽ എനിത്തിങ് ഇൻ ദുബായ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഷാർജയിലാണ് ജീവിക്കുന്നത്, ഇവിടെ ഒരു കടലപ്പൊതി കൊണ്ട് വെളിയിലിട്ട് വിറ്റ് കഴിഞ്ഞാൽ പിടിച്ചാകും, അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ എന്ത് വിൽക്കുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ആത്മഹത്യ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ആത്മഹത്യ ഞാൻ ചിന്തിക്കില്ല, കാര്യം എൻ്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു പോയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലും വലിയ ക്രൂരതയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാൻ വിറ്റിരുന്നത് ഫുഡ് പ്രൊഡക്ട്സാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങിലോ അതിൻ്റെ കൃഷിയിലോ അതിൻ്റെ മുന്നോട്ടുള്ള ഒരു കാര്യത്തിലോ 1 ഗ്രാമിൽ ഞാൻ ഒരു കസ്റ്റമറെ ചതിച്ചിട്ടില്ല.
എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോയ ഒരാൾ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല, ഒരു പ്രൊഡക്റ്റ് പോലും. ഞങ്ങൾ പണ്ട് അരിമേളകൾ നടത്തുമ്പോൾ 5 കിലോയുടെ പാക്കായിരുന്നു വെച്ചിരുന്നത്. അത് ഈ നമ്മുടെ സ്റ്റേഡിയത്തിലും കലൂർ സ്റ്റേഡിയത്തിലൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഈ 5 കിലോ അരി കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി. ഞങ്ങളിവിടെ ഒരു 3-4 ദിവസമുണ്ട്, ഒരു പാക്കറ്റും ആരും കൊണ്ടുവന്നിട്ടില്ല. അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റിനെ അന്ന് ലോഞ്ച് ചെയ്യിപ്പിച്ചത്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഞാൻ കട വന്നപ്പോഴും ചെയ്തത്. 5 കിലോയുടെ പാക്കിംഗ് ആയിക്കോട്ടെ, 1 കിലോയുടെ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ. ഇപ്പം എനിക്ക് അത്രയും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, കർമ്മം ചെയ്തത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫലം നന്നായിരിക്കും. പക്ഷെ പരീക്ഷണങ്ങൾ കാണുമല്ലോ. നമ്മൾ ഇത്രയും വലിയ, അതായത് ഈ പറഞ്ഞ കലികാലം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന അത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. നമ്മളെന്താ വിഷമാണെന്ന് വിളിച്ചു പറയുന്നു, ലാർജ് സെക്ടർ ഓഫ് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന അല്ല ആ ബിസിനസ്സൊക്കെ അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ഭക്ഷ്യ ഉൽപ്പന്ന വിൽപ്പനയിലും വന്നത്. പക്ഷേ അതിനോടൊപ്പം അന്നും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം എങ്ങനെ നിങ്ങളോട് റിയാക്ട് ചെയ്യും എന്ന് അതിനോടൊപ്പം ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അന്ന് അതിനൊരു ബിസിനസ് വാല്യൂ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കടയും തകർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫോക്കസ് കൂടുതലായിട്ട് ഇതിലേക്ക് കൊടുക്കാൻ തുടങ്ങി, ഫുഡ് കറക്ഷൻസിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് പറഞ്ഞിരുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് കുറച്ച് തടസ്സങ്ങൾ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പം 2026 26-ലും ഒരു സ്ത്രീ ആയതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? നമുക്കൊരു എത്തിക്സ് ഉള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് ബിസിനസ് പലതരത്തിലുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു പ്യുവർ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം അതിനകത്ത് കുറേ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇനിയിപ്പം നാച്ചുറൽ എഡിബിൾസ് തിരിച്ചു വന്നിട്ടുണ്ട്, വെബ്സൈറ്റ് ലോഞ്ച് ആവുന്നു, എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോഴും അത് പ്യുവർ ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അത് അതേപടി കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അവരിനോട് ഇന്ന റൈസ് ഉണ്ടോ, ഓക്കെ, ഞാൻ ചോദിക്കും എന്തിനാണ് ആ റൈസ്? 7 മാസമുള്ള കൊച്ചിന് നിങ്ങൾ അരി കൊടുക്കാറായിട്ടില്ല, മനസ്സിലായോ? ഇപ്പം എൻ്റെ അടുത്ത് രക്തശാലി ഉണ്ട്, എന്തിനാ ഞങ്ങൾക്ക് 7 മാസമുള്ളത്, നിങ്ങൾ 7 മാസമുള്ള കൊച്ചിന് അരി കൊടുക്കാറായിട്ടില്ല. ഞാൻ ബിസിനസ് അല്ലത്. എന്നാന്ന് വെച്ചാൽ ബിസിനസ്സാണ്, അവർ ചോദിക്കുന്നത് എനിക്ക് 360 രൂപയ്ക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോഴും അതിനെ പ്യുവർ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊന്നും നേരിടാനുള്ള കൽപ്പൊന്നും എനിക്കില്ല. ഞാൻ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്നും മാനേജബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആൾക്കാരുമായിട്ടുള്ള ഡീലിങ്സ്, അപ്പോൾ അതിലെനിക്ക് എപ്പോഴും പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് പണ്ട് തൊട്ടേ റെസ്ട്രിക്ഷൻസ്, അതാണ് എൻ്റെ പാർട്ട്നേഴ്സിൽ 3 പേരും സ്ത്രീകളായിരുന്നു. എന്നുവെച്ചാൽ അവരുടെ ഹസ്ബൻഡ്സ് ഇൻവെസ്റ്റ് ചെയ്താലും സ്ത്രീകളായിരുന്നു പാർട്ട്നേഴ്സായിട്ട് കൂടുതൽ. അതൊരു കംഫർട്ട് സോണാണെന്ന് ഞാൻ വിചാരിച്ചു. എനിവേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു പാർട്ട്ണർ ഇനി ആവശ്യമില്ല. കാര്യം ഞാൻ എൻ്റെ ബിസിനസ്സിനെയും എൻ്റെ ഈ കാഴ്ചപ്പാടിനെയും തന്നെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം അതെന്നെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, മാധ്യമങ്ങളിലൂടെ എന്നെ ആളുകളിലേക്ക് എത്തിച്ച എല്ലാ മാധ്യമങ്ങളോടും എനിക്ക് കടപ്പാടുണ്ട്. കാര്യം അവരാണ് എന്നെ, മാധ്യമങ്ങളിലൂടെ മാത്രമാണ് പണ്ട് തൊട്ടേ നമ്മളെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അത് അന്ന് പത്രമാധ്യമങ്ങളാണ് ചെയ്തിരുന്നത്. മാതൃഭൂമി പോലെ, മനോരമ പോലെ ഒരുപാട് മാഗസിൻസ്, വനിത, എല്ലാവരും നമ്മുടെ ആശയങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വിഷ്വൽ മീഡിയാസും സോഷ്യൽ ഈ പ്ലാറ്റ്ഫോമിലുള്ള മീഡിയാസും എല്ലാം നമ്മളെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോഴാണ് ആളുകൾ ഭക്ഷണം കൊണ്ടുള്ള ജീവിതശൈലി രോഗങ്ങളിൽ പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളെപ്പോലെ ഒരാളെ ഈ മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് ആളുകൾ എന്നെ വിളിച്ചപ്പോഴത്തേക്കിന് എനിക്ക് തോന്നി ഓക്കെ, എല്ലാവരും, കാര്യം നമ്മളിപ്പോൾ അത് മരുന്നല്ലല്ലോ. ഡോക്ടേഴ്സ് തന്നെ അവരോട് പറയുന്നതെന്നു വെച്ചാൽ ഭക്ഷണത്തിലൂടെ നിങ്ങളിതൊന്ന് മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അവർക്ക് അറിയില്ല. പിന്നെ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റവും കൊടുത്ത് അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പം എനിക്ക് ഒപ്പം നാച്ചുറൽ എഡിബിൾസിനെയും ഇങ്ങനെയൊന്ന് പൊക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അതിൻ്റെ ചർച്ചകളൊക്കെ ഞാൻ 1-2 പേരുമായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതൊന്നും എനിക്ക് ലോഞ്ച് ചെയ്താൽ മതി. പിന്നെ എനിക്ക് അതിനകത്ത് അങ്ങനെ ഒരു അഗ്രസീവ് തോട്ടൊന്നുമില്ല. അതായത് അതിങ്ങ് വന്ന് പിന്നെ ഇപ്പം തന്നെ അത് ലാഭം ഒന്നും. എനിവേ അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് ബിസിനസ് ചെയ്താലും അതിന് ലാഭം വേണം, ഒരു നിലനിൽപ്പുണ്ടാവില്ല നമുക്ക്. അപ്പം നമ്മളത് അന്ന് ചിന്തിച്ചിട്ടില്ല. കൃഷി ചെയ്യുമ്പോഴും ലാഭമല്ല വിചാരിച്ച്, ഗ്രാജുവലി ഇതിലേക്ക് എത്തുമെന്ന് ചോദിച്ചു. പക്ഷേ കൃഷിയിൽ വരുന്ന നഷ്ടങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മളന്ന് പഠിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അത്ര പ്രൊഫഷണൽസ് ആയിരുന്നില്ല. ബിസിനസ്സിനകത്തൊരു പ്രൊഫഷണലിസം ഉണ്ട്, അത് നമ്മൾ ഒട്ടും ആയിരുന്നില്ല. നമ്മൾ ആസ് എ ഹ്യൂമൻസ് നമ്മളെല്ലാത്തിനെയും കണ്ടത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ്, പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ്, ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് കണ്ടു. പല ബന്ധങ്ങളും നമ്മൾ യൂസ് ചെയ്തല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഇപ്പം പക്ക ബിസിനസ്സാക്കി എല്ലാം. എല്ലാം ബിസിനസ് എന്നാലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ സോഷ്യലി അതിൻ്റെ വാല്യൂസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നു. ഇനിയിപ്പം നാച്ചുറൽ എഡിബിൾസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു
ഒരു പരസ്യമില്ലാതെ തന്നെ ഒത്തിരി ജനങ്ങളിലേക്ക് നാച്ചുറൽ എഡിബിൾസും ഞാനും ഒക്കെ എത്തി. മാധ്യമങ്ങൾ അങ്ങനെ എത്തിച്ചു. അവരോടൊക്കെ എന്നും തീർത്താൽ തീരാത്ത ഒത്തിരി കടപ്പാടുകളുണ്ട് എനിക്ക്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നാച്ചുറൽ എഡിബിൾസ് എൻ്റെ കൈപ്പിടിയിൽ ആയി. അപ്പം ഒരു കംബാക്ക് നടത്തി എന്ന് പറയാൻ പറ്റും. പിന്നെന്താ, കംബാക്ക് നടത്തി. ധൃതിയൊന്നുമില്ല ഇനി. ഇപ്പം നമ്മളൊരു ബിസിനസ് കൊണ്ടുവന്നിട്ട് വേറെ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാ, എപ്പോൾ ബ്രേക്ക് ഈവൻ ആകും, എപ്പോൾ ഇതേ നമുക്ക് അവിടെ പിച്ച് ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അത് 5 വർഷം കഴിഞ്ഞായാലും കുഴപ്പമില്ല. എനിക്ക് നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങളുണ്ട്, ഫാമേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം നാളെയും മറ്റന്നാളും ഒക്കെ അതിനുള്ള യാത്രയാണ്. തിരിച്ച് ഒന്നും കൂടെ എനിക്ക് അതിനകത്തൊരു രസം എന്താണെന്ന് പറഞ്ഞാണല്ലോ ജുവിനെ, എനിക്ക് അതിശയം എന്താണെന്ന് വെച്ചാൽ ഈ ദുബായി പോയിട്ടും എന്നെ ഈ അരി വിടുകയില്ല. അതെന്തോ എൻ്റെ കർമ്മം പോലെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ കണക്ഷൻ എന്നുള്ളത്. എനിക്ക് പിടിയിടുന്നില്ല. കാര്യം ഞാൻ എല്ലാം മതിയാക്കിയാണ് ദുബായിക്ക് പോകുന്നത്. പക്ഷെ അവിടെ പോയിട്ടും ഇതിലാണ് വരുന്നത്. എങ്ങനെയൊക്കെ ഞാൻ എവിടൊക്കെ സഞ്ചരിച്ചോ കറങ്ങി തിരിഞ്ഞ് എൻ്റെ പുറകെ അരി വരും. ഒത്തിരി തകർന്ന് നിന്ന സമയത്തും തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ വരണം. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഫുഡ് കറക്ഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ധൈര്യം എന്താണ്? ബിസിനസ് തന്നെ ചെയ്യണം, ഒന്ന് പൊള്ളിയതാണല്ലോ, അതെ, പിന്നെയും അത് ബിസിനസ് തന്നെ ചെയ്യാന്നുള്ള ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ കുറേ വർഷങ്ങൾ കൃഷി ചെയ്യുമ്പോഴും അത് ഒരു ഉൽപ്പന്നം, നെല്ലുണ്ട്, അത് അരിയാക്കി വിൽക്കുന്നു എന്ന് മാത്രമല്ല, ഓരോ അരിയുടെയും ആരോഗ്യ ഗുണങ്ങൾ, അത് കഴിച്ചാലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിച്ചാണ് നമ്മൾ 100 വെറൈറ്റിയിലപ്പുറമായ അരിയിലേക്കൊക്കെ നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മളന്ന് അരിയെക്കുറിച്ച് പറഞ്ഞതിനോടൊപ്പം പറഞ്ഞ ഒരു കൊച്ചു പോർഷനാണ്, ചെറിയൊരു പോർഷനാണ് നമ്മുടെ ഫുഡ് കറക്ഷനെ പറ്റി പറഞ്ഞത്. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, അപ്പോൾ ഇങ്ങനെ അരിയിലൂടെ ഈ മാറ്റങ്ങളൊക്കെ വരുമെന്ന്. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആയവർക്കും ഞാൻ കൊടുത്തത് പൂങ്കാർ റൈസ് തന്നെയാണ്. പൂങ്കാർ റൈസാണ് അവരോട് കഴിക്കാൻ പറഞ്ഞത്. 2 monthsലാണ് റൈസ് മാത്രമല്ല ബാക്കി ഫുഡ് കറക്ഷൻസും അതിനകത്തുണ്ട്. അപ്പം നമ്മൾ അന്ന് തൊട്ടേ നിൽക്കുമ്പം ഒരരിയും അല്ലെങ്കിൽ പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, ഉപവാസം എങ്ങനെയാണ് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പം ഞാൻ ഇളയ മോനെ വീട്ടിലാണ് പ്രസവിച്ചത്, ബാക്കിയുള്ള മക്കളെ എല്ലാം മരുന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു പാത അത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. അതൊരു അന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുത്തിരുന്നു, വെറുതെ സർവീസ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഈ ആളുകൾ ഇങ്ങനെ ഇത്രയും കോളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പം ഡോക്ടേഴ്സും നഴ്സസും ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഇതിലുള്ളവർ തന്നെയാണ്. അല്ല, അപ്പം ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഈ ഫുഡ് കറക്ഷനിലൂടെ പ്രഗ്നൻസി പോസിബിൾ ആണോ? ആണ്. അതപ്പം അത് ഈ പറഞ്ഞ സോക്കോൾഡ് ഈ മോഡേൺ മെഡിസിനെ അത് ഭീകരമായിട്ട് അടിക്കുന്ന ഒരു ഫാക്ടർ അല്ലേ അത്? അതെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോഴും അവർ കൊടുക്കുന്ന പല ഗുളികകളും ഉണ്ടാക്കുന്ന സൈഡ് ഇഫക്റ്റുകൾ അതൊന്നും ഇല്ലയെന്ന് നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. ആളുകൾ ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, പണ്ട് ബ്ലൈൻഡ്ലി ഒരു ഡോക്ടറെ അടുത്ത് നമുക്ക് പോയിട്ട് അവർ തരുന്ന മെഡിസിനെ കുറിച്ച് അതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ചൊന്നും തപ്പി നോക്കാൻ നമുക്ക് അത്ര പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല. അവരിപ്പോൾ ഒരു മരുന്ന്, ഇപ്പോൾ പാരസെറ്റമോൾ, അന്ന് നമ്മൾ വരുന്ന പാരസെറ്റമോൾ കഴിക്കുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നോക്കിയാൽ അതിന് സൈഡ് ഇഫക്ട്സ് ഓഫ് പാരസെറ്റമോൾ എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ വരും. വലുതായിട്ടൊന്നും ഗൂഗിൾ അത് സപ്പോർട്ട് ചെയ്യത്തില്ലെങ്കിൽ പോലും വരും, പാരസെറ്റമോളിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം നമ്മൾ ഈ പ്രഗ്നൻസിക്ക് കൊടുക്കുന്ന പല മരുന്നുകളും ഈ പറഞ്ഞ പോലെ ബർത്ത് കൺട്രോൾ ടാബ്ലറ്റ്സ് ആണ്, ഹോർമോൺ ഇംബാലൻസിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഒരു സ്ത്രീയിൽ ഒരു ഈസ്ട്രജൻ ഡോമിനൻസ് വന്നു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണാണ് കൊടുക്കുന്നത്. അത് ശരിക്കും പ്രൊജസ്ട്രോൺ കൊടുക്കുന്ന ഈസ്ട്രജൻ ഈ ഡോമിനൻസിനെ മാനേജ് ചെയ്യാനാണ്. അതൊരു മെഡിസിൻ അല്ല. ആക്ച്വലി ഈസ്ട്രജൻ ഡോമിനൻസ് ബോഡിയിൽ നിന്ന് പോകത്തില്ല. ഈസ്ട്രജൻ ഡോമിനൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഈ പ്രൊജസ്ട്രോൺ മാനേജ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ താളം മറിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ജീവിത രീതി, ഭക്ഷണ രീതി, സ്ട്രെസ്സ്, ഇന്ന് വിദ്യാഭ്യാസം ഒരു വലിയ സ്ട്രെസ്ഫുൾ ഇതിലൂടെയാണ് പോകുന്നത്. പിള്ളേരെല്ലാം പഠിക്കുമ്പോൾ പോയിട്ട് സ്ട്രെസ് ഈറ്റിങ്, പാതിരാ വരെ ഇരിക്കുന്നു. ഇവരുടെ ലൈഫെല്ലാം പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഇവരെല്ലാവരും ഒരു മാരേജിലോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ബിഫോർ മാരേജ് ഇവർക്കൊന്നും ഇറഗുലർ പീരിയഡ്സ് ആകുന്നു, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ അന്ന് തൊട്ടേ ഡോക്ടേഴ്സിനെ കാണുന്നു. അപ്പോഴൊക്കെ ഇതിന് ഈ പീരിയഡ്സ് ആകാൻ വേണ്ടി മെഡിസിൻ കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കല്യാണത്തിന് മുമ്പ് 20-21 ഉള്ള വയസ്സുള്ള പിള്ളേർക്ക് ബ്രസ്റ്റിൽ ലംസ് ഉണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ 1 വർഷം ഈ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ കഴിച്ചു, 2 വർഷം ആ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ കഴിച്ചു, നോക്കുമ്പോൾ ഇപ്പം ലംബ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കൂടെ എൻ്റെ അടുത്ത് വന്ന് ബ്രസ്റ്റ് ലംബാണ്. ഈ 1 വർഷം മരുന്ന് കഴിച്ചതാണ്. 1 വർഷക്കാലം ഈ പീരിയഡ്സ് ആകാൻ മരുന്ന് കഴിച്ചതാണ്. ഈ റീസെൻ്റ്ലി ഒരു ലേഡി വിളിച്ചു, ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഓവറി ഇല്ല, അപ്പം യൂട്രസ് ഉണ്ട്, ഓവറി ഇല്ല. അപ്പോൾ ഈ കുട്ടിയെ പീരിയഡ്സ് ആകുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓവറി ഇല്ല, എങ്ങനെ പീരിയഡ്സ് ആവും? അപ്പം പറഞ്ഞു, അല്ല മാഡം, നാളെ ഒരു വിവാഹ ജീവിതം. ഞാൻ ചോദിച്ചു എന്തൊക്കെ ചെയ്തു? അപ്പോൾ ചെയ്തപ്പോൾ എന്താ, ഗുളിക കൊടുത്തു, ഈസ്ട്രജൻ ഗുളിക കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതൊക്കെ കേട്ടപ്പം. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത്. ഗുളികകൾ കൊടുത്തി കുട്ടിക്ക് പീരീഡ്സ് ആയി. ഞാൻ ചോദിച്ചു എന്തിനാണ് പീരീഡ്സ് ആക്കിയത്. അത് നാളെ ആണെങ്കിലും കുട്ടിക്ക്, ഞാൻ പറഞ്ഞു ഇപ്പം അതിനൊരു കുഴപ്പം, ജീവന് ഭീഷണിയുള്ള ഒരവസ്ഥയെ കുട്ടിക്കില്ല. ഗർഭപാത്രം ഉണ്ട്, പക്ഷെ പീരീഡ്സ് ആകുന്നില്ല. ചിലപ്പോൾ അതിന് ജീവിതത്തിൽ പീരീഡ്സ് ആയില്ല എന്ന് വരും. അങ്ങനെയൊക്കെ പണ്ടും മനുഷ്യരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ കല്യാണം കഴിക്കും, സുഖമായിട്ട് ജീവിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം ഇപ്പം എന്താ ചെയ്യുന്നത്, ഇപ്പം മാഡം ബാംഗ്ലൂരിൽ നിന്ന് ഒരു സ്റ്റിക്കർ, ഈസ്ട്രജൻ ഉള്ള സ്റ്റിക്കർ, അത് നടുവിൽ ഒട്ടിക്കുകയാണ്, പാച്ച് ഒട്ടിക്കുകയാണ്. അത് പിന്നെ പീരീഡ്സ് ആവും. അപ്പം ലിവറിനെ അഫക്റ്റ് ചെയ്യുക, അതായത് ബൈപ്പാസ് ചെയ്യുവാണ്. ഗുളിക കഴിക്കുമ്പോൾ ലിവർ പ്രോസസ്സ് ചെയ്യണം. ഇത് നേരിട്ട് യൂട്രസിലേക്ക് ലൈനിങ് ഉണ്ടാക്കുകയാണ്, എൻഡോമെട്രിയം ലൈനിങ് ഉണ്ടാക്കിയിട്ട് ഷെഡ് ചെയ്യിപ്പിക്കുന്നു. ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ പ്രശ്നമാണ്, അതിനെ വെറുതെ വിട്. അത് കുറച്ച് കഴിയുമ്പോൾ അതിന് ലംസ് വരും, ഉറപ്പാണ്. അവിടെ ഇവിടെ എല്ലാം ഓരോ പ്രശ്നങ്ങൾ വരും. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്, ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്. ഈ അവസ്ഥ മോഡറേറ്റ് ആയിട്ടുള്ള. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഫുഡ് കറക്ഷൻ ഇനിയൊരു വഴിയുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാർ. നമ്മളൊരു ഫുഡ് കറക്ഷൻ ഒരു ബിസിനസ് രീതിയായിട്ട് ചിന്തിക്കുമ്പോഴേ എന്താണ് ഒരു ഫ്യൂച്ചർ ഉള്ളത്? നല്ല ഫ്യൂച്ചറാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വിളിക്കുന്നവരോടെല്ലാം ആദ്യമേ പറയും, ഞാനൊരു ഡോക്ടറല്ല, സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ അല്ല, ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ആരെയും. ഞങ്ങൾക്ക് മാമിൻ്റെ റിസൾട്ട്സ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫുഡ് കറക്ഷൻ ചെയ്യാൻ പറ്റുക? എൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഈ ഫാമിങ്, ഓർഗാനിക് ഫാമിങ് നടത്തിയത് കൊണ്ട് ഈ അരി കഴിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല ഭക്ഷണ രീതികൾ. നമ്മൾ ചുമ്മാ ഒരാൾ ഓർഗാനിക് ഫാമിങ്ങിലോട്ട് പോവില്ലല്ലോ. ബേസിക്കലി നമുക്ക് വി ഹാവ് സം തോട്ട്സ്. ആ സമയത്തും നമുക്ക് നല്ല ചിന്തകൾ. നമ്മൾ അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മരുന്ന് പോലും കൊടുക്കാതെ, പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റൽസിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഡെലിവറി, ഞാൻ 3 ഡെലിവറി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേ ഡോക്ടേഴ്സിനോട് പറയും ഞാൻ നോർമൽ ഡെലിവറി ചെയ്തോളാം, എന്നെ നിങ്ങൾ മെഡിസിൻസ് ഒന്നും ഇഞ്ചെക്ട് ചെയ്യേണ്ട, എനിക്ക് മെഡിസിൻ അലർജി ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരതങ്ങനെ നല്ല രീതിയിൽ എഴുതി വയ്ക്കും. പിന്നെ എനിക്ക് 3 പ്രസവം മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ നല്ല കോപ്പറേഷനാണ്, അവർ നന്നായി സഹകരിച്ചിട്ടുണ്ട്. ഇഞ്ചെക്ഷൻസ് ഒന്നും വേണ്ട, ഓക്കെ ശരി കുഴപ്പമില്ല, നോർമൽ പെയിൻ വരുന്നു, ഡെലിവറി കഴിയുന്നു. അപ്പം അന്ന് തൊട്ടേ നമ്മളൊരു പാതയിലാണ്. എങ്ങനെയാണ് ആരോഗ്യം സ്വാഭാവികമായി നിലനിർത്താൻ പറ്റുന്നത്, സ്വാഭാവിക ജീവിത രീതി എങ്ങനെയാണ് സ്വാഭാവികമായി ഒരു ആരോഗ്യം നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന സ്വാഭാവിക കൃഷി രീതി അതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. ആ രീതിയിലൂടെ എങ്ങനെയാണ് ആരോഗ്യം നിലനിർത്തുന്നത് എന്നുള്ളത് നമ്മൾ അന്ന് പഠിച്ചു. അപ്പോൾ അന്നും ഇതുപോലെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാൻ ആൾക്കാർ വരുമ്പോഴും ഇതുപോലെ ഫെർട്ടിലിറ്റിയെ പറ്റിയൊക്കെ ഞാൻ പറയുകയും, അന്നത് മാതൃഭൂമി ഫീച്ചർ ചെയ്തു, സൺഡേ ചെയ്തു. അതിനുശേഷം ഒത്തിരി ആളുകൾ പ്രഗ്നൻ്റ് ആകുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് അതൊരു ബിസിനസ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ബിസിനസ് ആക്കി, അല്ലാതെ പറ്റില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് അന്നെന്ന് പറയുമ്പോഴത്തേക്കിന് ആളുകൾ അറിയുന്നത് ഇത്രയ്ക്കെന്നേ ഉള്ളൂ. പിന്നെ അന്നും ഞാൻ ഇതുപോലെ കൂടുതൽ ആളുകൾ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു ക്യാമ്പൊക്കെ നടത്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഷെയർ കൊടുത്താൽ ഈ വിവരം, ഇപ്പം എനിക്ക് എൻ്റെ അറിവിൽ ഒരാൾക്ക് കുട്ടികളില്ലെങ്കിൽ ഞാനിത് കണ്ട് അപ്പം തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ അവർക്കൊരു 10 പേര് ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മളെ വിളിക്കും. ഞാൻ അരി ആർക്കും അയച്ചു കൊടുക്കില്ല. ഞാൻ പറയും ഇന്ന അരി നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടിയ നിങ്ങൾ ഓർഗാനിക് ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിച്ചു. പിന്നെ കംപ്ലീറ്റ്ലി അവരുടെ അതുവരെ അവർ ജനിച്ചിട്ട് അന്ന് വരെ അവർ കഴിച്ച ഭക്ഷണ രീതിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായത് ജീവനുള്ള, അതായത് അവരുടെ ബോഡിയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണ ജീവിത രീതി ഞാൻ കൊടുക്കും. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡോക്ടർ, റിട്ടയർഡ് ഡോക്ടറാണ്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് 3 ദിവസം കൊണ്ട് ബ്ലഡ് ഷുഗറിന് വന്ന വ്യത്യാസം. ഇപ്പം മെസ്സേജ് അയച്ചിട്ട് വൈകിട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ തുടങ്ങിയ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പുള്ളിക്കാരത്തെ അയച്ചതാണല്ലോ. അപ്പം എൻ്റെ അടുത്ത് പുള്ളിക്കാരിയും പറയും, ബിജി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ഞങ്ങൾ ഇതുപോലെ പ്രോട്ടീനിനെ പറ്റി പഠിച്ചിട്ടില്ല. കാര്യം പ്രോട്ടീൻ വളരുന്ന പ്രായത്തിൽ വേണം എന്നുള്ളതല്ലാതെ ഇന്നിപ്പോൾ ഞാൻ വെജിറ്റേറിയനായി എന്നെയും മക്കൾ രാവിലെ തൊട്ട് മുട്ട കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ പല തോട്ട്സ്, പലർക്കും പലതും നന്നായി വരും. ഇപ്പം നമ്മുടെ തോട്ട്സ് മാത്രമാണ് സ്ട്രെയിറ്റ് ശരിയെന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിലും വി ആർ ഗെറ്റിംഗ് റിസൾട്ട്സ്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് 30 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്ന ആൾ US-ലുണ്ടായിരുന്നവർ, ഞാൻ ആ 30 യൂണിറ്റ്സ് എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇൻസുലിൻ എടുക്കണ്ട. പക്ഷേ അതിനകത്തെല്ലാം ജുബിനെ നമ്മൾ ചുമ്മാ ഒരു ഫുഡ് കറക്ഷൻ അങ്ങോട്ട് കൊടുത്തു, നാളെ തൊട്ട് നിങ്ങളിത് ചെയ്തു, അങ്ങനെയല്ല കേട്ടോ. ഞാൻ അവരുടെ ഒപ്പം നിൽക്കും. അതായത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ബിജി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നാ ചെയ്യണ്ടേ? ഞാൻ വേഗമായിട്ടൊരു കാര്യം പറയുകയെന്ന് വെച്ചു, നാളെ തൊട്ട് ജുബിന് ഇങ്ങനെ ചെയ്യാൻ പറയാം. ജുബിന് അത് അത്ര ദിവസം അത്രയ്ക്കും ഡിറ്റർമിൻഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെയ്തത് മതിയായി എന്ന് വയ്ക്കും. പക്ഷേ അങ്ങനെയല്ല, ഇനി ബിജി വിളിക്കുമ്പോൾ ഇത് റിസൾട്ട് പറയണമല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ചെയ്യത്തില്ലെങ്കിൽ.
അപ്പം ഞാൻ അങ്ങനെ ഒരു ബോണ്ട് ഒരു അവരുമായിട്ടുണ്ട്. മെന്റർ പോലെ കൂടെ നിൽക്കും, കൂടെ നിൽക്കും. കൂടെ നിന്നായിരിക്കും. അപ്പം ഈ പറയുന്ന പോലെ എത്ര ക്ലയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ക്ലയൻസിന് ഒരു ടൈം മാറ്റി വെച്ച് അവരുടെ കൂടെ നിന്ന് ഈ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അത് കഴിച്ചാൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും. എനിക്കറിയാം. ഞാൻ ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ചെറിയ റിസൾട്ട് പറയുമ്പോൾ അങ്ങനെ അല്ലല്ലോ വരേണ്ട, അപ്പോൾ അത് ചെയ്തില്ലേന്ന് ചോദിക്കും. പിന്നെ എൻ്റെ അടുത്തൊക്കെ സോറി പറയും ആൾക്കാർ, അവർക്കൊക്കെ പൈസ തന്നവരാ. എന്നാലും എന്നോട് പറയും സോറി ബിജി, ഞങ്ങൾ നാളെ തൊട്ട് ഞാനിത് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പൈസ മേടിക്കുന്നതല്ലേ, എനിക്കൊരു മനസാക്ഷിയുണ്ട്. അതൊന്നും മേടിക്കാതെ ഇനിയുള്ള കാലത്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് ജീവിക്കണം, പിന്നെ ഇതിന് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഡയറ്റല്ല. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ശരി ഡയറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ അളന്ന് തൂക്കിയുള്ള കലോറി അതൊന്നുമല്ല. ഫുഡ് കറക്ഷൻസ് ബേസിക്കലി 80% കവർ ചെയ്യുന്ന റോ ഫുഡിലാണ്. അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സാലഡ്സ് ആൻഡ് സൂപ്സ്. പിന്നെ ഉള്ളത് റൈസാണ്. വെയിറ്റ് കുറച്ചിരിക്കുന്നതും 16 കിലോ കുറഞ്ഞതും 20 കിലോ കുറഞ്ഞതും എല്ലാം റൈസിലാണ്. ഉച്ചയ്ക്ക് ലഞ്ചിന് റൈസ് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ഭൂഖണ്ഡത്തിലുള്ള മനുഷ്യർക്കും ഈ റൈസ് അവൈലബിൾ ആണ്, റെഡ് റൈസ്. പിന്നെ വെറൈറ്റി റൈസ് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുകയുള്ളൂ ഉള്ളൂ, പക്ഷേ റൈസ് കൊടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിനൊരു കറക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഉൽപ്പന്നങ്ങളും കൊടുക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. അപ്പം ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന സാധനത്തെ കൈവിട്ടുകൊണ്ട് അതിൽ പോകാൻ പറ്റത്തില്ല. ഇതിൽ നിന്നുള്ള ഇൻകത്തിൽ ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. ഇപ്പം പറഞ്ഞു, നമ്മൾ സംസാരിച്ചു നാച്ചുറൽ എഡിബിൾസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇനി ഒരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടാകത്തില്ലേ നാച്ചുറൽ എഡിബിൾസ്? ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആവശ്യമില്ല. കാര്യം ആളുകൾക്ക് ഇപ്പോൾ എവിടെ ഇരുന്നാലും ഒന്നാമത് ഇവിടുത്തെ നമ്മുടെ ട്രാഫിക്ക്, ഇതിൻ്റെ ഇടയിലുള്ള തിരക്കുകൾ, ഇതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് അങ്ങനെ വന്നൊരു സാധനം നോക്കി വാങ്ങേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് ഒരു റൈസിനെ കാണിച്ചിട്ട് അതിൻ്റെ ഔട്ട് എങ്ങനെ വരും, ഇത് വെന്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊരു വീഡിയോ കാണിച്ചാലും ഓക്കെയാണ് ആളുകൾ. പിന്നെ അവർക്ക് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അരി ഇഷ്ടമല്ല, അവർക്ക് വേറെ വാങ്ങിക്കാനുണ്ട്. ഇപ്പോൾ പൂങ്കാർ റൈസ്, ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കും ആൾക്കാർ, അപ്പം ഇനി നാളെ ഞാൻ അരി വാങ്ങിപ്പിച്ചു എന്ന് പറയരുതല്ലോ. സോ ഞാൻ പറയും എൻ്റെ കയ്യിൽ അരിയുണ്ട്, പക്ഷേ ഞാൻ തരികയില്ല, നിങ്ങൾ വേറെ മേടിച്ച്, ഡയറ്റിലുള്ളവരോട്, ഈ ഫുഡ് കറക്ഷനുള്ളവരോട്. അല്ലാത്തവർ വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ കൊടുക്കും. ഇപ്പം നാച്ചുറൽ എഡിബിൾസ് ലോഞ്ച് ചെയ്യുന്നു, ഈ ഫുഡ് കറക്ഷൻ പരിപാടി നടക്കുന്നുണ്ട് കൂടെ പാരലായിട്ട് തന്നെ. അപ്പം നെക്സ്റ്റ് നാച്ചുറൽ എഡിബിൾസിൻ്റെ റൈസ് ഈ ക്ലയൻസിന് കൊടുക്കുമോ? ക്ലയൻസിന് കൊടുക്കുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. കാര്യം ഇനി നാളെ നമ്മൾ ഈ അരി കഴിപ്പിച്ച് ഗർഭിണിയായി എന്നൊക്കെ പറയുന്ന കേൾക്കണ്ടല്ലോ. കാര്യം ഇന്ന് തലയും വാലും കേൾക്കുന്നതിൻ്റെ പുറകെ ആൾക്കാർ ഇറങ്ങി ഓരോന്ന് പറയുമല്ലോ. സോ അത് വേണ്ട, വേണമെങ്കിൽ കൊടുക്കാം, അത് അവർ മനസ്സിലാക്കിയാൽ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കും ആൾക്കാരെ. നമുക്കങ്ങനെ തരും. പിന്നെ ക്ലയൻസ് എന്നൊക്കെ പറഞ്ഞാലും ജുബിനെ നമുക്കങ്ങനെ ഒരു ദിവസത്തിൽ മാക്സിമം, ഞാനിപ്പോൾ ഈ ആഴ്ച 3 ദിവസമൊന്നും ആരെയും എടുത്തിട്ടില്ല. എനിക്ക് മെൻ്റലി സ്ട്രെസ്സ് വരാതിരിക്കാൻ വേണ്ടി. നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കണം. അല്ലെ അപ്പോൾ അതുകൊണ്ട് ആരുടെയും കോളൊന്നും വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ പറയുക, ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവട്ടെ. ഒരു ദൈവാധീനം നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്താലും അതിൽ ആ ദൈവാധീനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം. എന്താ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ സത്യമായിരിക്കണം എന്നുള്ളത്. ഞാൻ ഐ എം ഷുവർ അബൌട്ട്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമല്ലാതെ ഒരു ഉൽപ്പന്നം, 1 ഗ്രാം പ്രൊഡക്റ്റ്, അത് ഒറ്റ ഉദാഹരണം പറയാം. ഞങ്ങൾ ഈ നമ്മുടെ ചമ്പക്കുളത്താണ് നമ്മുടെ നെല്ല് പ്രോസസ്സ് ചെയ്യുന്നത്. മമ്മൂക്കായുടെ ഫാമിങ്ങും എല്ലാം അന്ന് വള്ളത്തേൽ ഈ നെല്ലെല്ലാം ചമ്പക്കുളത്താണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാനൊരു ദിവസം രാവിലെ, എൻ്റെ കൊച്ചിന് അന്ന് 1 വയസ്സൊക്കെ ഉള്ളൂ, ചെറിയ മോനെ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ പെറുക്കി വണ്ടിയിലിട്ട് വേണം അന്നൊക്കെ എവിടെയെങ്കിലും പോകാൻ. അപ്പോൾ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കറണ്ട് പോയി. ചമ്പക്കുളത്തെയൊക്കെ അവസ്ഥ അറിയാമല്ലോ, കറണ്ട് വരണേ വൈകിട്ടാവും. അപ്പോൾ ഒരു ചാച്ചൻ എന്നോട്, എൻ്റെ കൊച്ചെ ഇവിടെ കുത്തിയിരിക്കണ്ട, ഞങ്ങളുടെ വടക്കേതിൽ ഇന്നയാൾ ചെയ്ത നെല്ലുണ്ട്, അതിൽ അരി ഇവിടെ ഇരിപ്പുണ്ട്, അവന് ഒരു സാധനം ഇടത്തില്ല, ഇത് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ അരി കായംകുളത്തൊരു വെറ്റിനറി ഡോക്ടർ കൊടുക്കാനായിരുന്നു. 4 മണി വരെ ഇരുന്ന് എൻ്റെ നെല്ല് കുത്തി ആ അരിയും കൊണ്ടാണ് ഞാൻ കായംകുളം വരെ പാതിര. എനിക്ക് വന്ന് കോട്ടയത്തെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 3 മണിയായി. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ജുബിനെ. അതുകൊണ്ട് കഷ്ടപ്പാടുകളൊന്നും ഞാൻ അനുഭവിച്ചൊന്നും എനിക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് അങ്ങനെ ആ മ്യൂസിക് ഇട്ടതൊന്നും എവിടെയും പറയിപ്പിക്കാൻ ഇഷ്ടമില്ല. അതൊക്കെ ചലഞ്ചസ് തന്നെയായിരുന്നു. ആ ചലഞ്ചസാണ് ബിജി എന്ന് പറയുന്ന വ്യക്തിയെ മോൾഡ് ചെയ്തത്. സോ അതൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയിൽ ഞാൻ എത്തിയെന്ന് പറയും. ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടും, ഇതുങ്ങൾ ഒരെണ്ണത്തിന് എളിയിലും ഒരെണ്ണത്തിന് വയറ്റിലും, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും ഓരോ നഗരത്തിലും ഓരോ കാട്ടിലും മേട്ടിലും എന്തോരം സ്ഥലങ്ങളിൽ തമ്മിൽ ഏകദേശം 70 വീടുകളിൽ മേളിൽ മാറിയിട്ടുണ്ട്. അതൊക്കെ ഹിലാലി ചിലപ്പോൾ പറയും നാളെ മാറാമെന്ന് പറയും, ഇന്ന് മാറാമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും എനിക്ക് അതൊരു ആശങ്കയായിരുന്നു. ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിലെവിടെയോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഈ സ്വാഭാവിക ജീവിതത്തിൻ്റെ ആയിരിക്കാം. പക്ഷേ സ്വാഭാവിക ജീവിതത്തിൽ
ഇപ്പോഴും നിലയുറപ്പിക്കുമ്പോഴും ചെയ്ത കാര്യങ്ങൾ സത്യം ആയിരുന്നു, സത്യത്തിന് വേണ്ടി നിലകൊണ്ടതാണ്, വർഷങ്ങളോളം അതിനുവേണ്ടി കഷ്ടപ്പെട്ടാണ്, പ്രകൃതിയെ നോവിച്ചിട്ടില്ല. ഞാൻ പറയുക 47 പശുക്കളുള്ളപ്പോഴും 1 ലിറ്റർ പാല് പോലും കറന്നെടുത്തിട്ടില്ല. ഒരു പശുവിനെ, ഒരു കാളക്കുട്ടിയെ പ്രസവിച്ചാൽ പോലും അറവശാലയ്ക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ കണ്ണാടിയിൽ പണ്ട് വീട്ടിൽ പ്രസവിച്ചതിനെ കുറിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പം അന്ന് അവർ ചോദിച്ചു എന്താ ഇതിനുള്ള ധൈര്യം. അപ്പം ഞാൻ പറഞ്ഞു എത്രയോ മാടുകളെ ആ കുഴൽമന്ദൻ ചന്തയിൽ നിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് 4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രസവിച്ചിട്ടുണ്ട് അതുങ്ങളെല്ലാം. അപ്പം അതുങ്ങളെയൊക്കെ പട്ടി കെട്ടുക എന്ന് പറഞ്ഞത് ഇങ്ങനെ ഈ വളർത്താൻ വേണ്ടി. ഇതുങ്ങളെ ഈ തൂക്കം കൂടുന്നത് ഈ ഗർഭിണിയാകുമ്പോഴാണ് നേരെ അറക്കാൻ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പം 4-5 ദിവസം കൊണ്ട് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവം കാണുന്നില്ലേ, ഒരു ശക്തിയുണ്ട് പ്രകൃതി. അപ്പം അതിലൊപ്പം നമ്മൾ നിൽക്കുന്നു. എത്രത്തോളം അനുഗ്രഹം നമുക്ക് കിട്ടുമോ അത്രത്തോളം കാലം ഇത് തുടരാം. അപ്പോൾ അങ്ങനെ എനിക്ക് നാളെക്കുറിച്ച് ഓർത്ത് ഭയമൊന്നുമില്ല. ബിസിനസ് എല്ലാം പൊളിയുമ്പോഴും കഴക്കൂലി ഞാൻ പറയല്ലേ, AC ഊരുമ്പോഴും ആ കട ഞാനുണ്ട്, ചില്ലറ കൊണ്ടുപോകുമ്പോഴും അവിടെ ഇരിപ്പുണ്ട് ഞാൻ. ഒന്നുമില്ല, എല്ലാം വഴിയേ നടക്കും. ഒരു 3 ദിവസങ്ങൾ ഞാൻ പറയാം. ആ ദിവസങ്ങളിൽ ബിജി അബൂബക്കറിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്ന്, ആ 2018 ഫ്ലഡ് നടന്നു, ഷട്ടർ ഇടുന്ന ദിവസം. ആ ദിവസത്തെ രാത്രിയിലത്തെ ചിന്ത എന്തായിരുന്നു? ആ ദിവസം രാത്രിയിൽ എന്താ പറയുക, പിന്നെ എല്ലാം മുങ്ങിപ്പോയില്ലേ. ഞാൻ കോട്ടയത്തെ വീട്ടിലോട്ട് പോകുമ്പം എന്നെ വഴിയിൽ നിന്ന് കോള് വരുന്നു എനിക്ക്, നിങ്ങളുടെ വീട് മുങ്ങി, അപ്പം അതിനകത്ത് 2.5 ടൺ അരി ഇരിക്കുക. അപ്പം ഞാൻ ഓർത്തു എന്താ നമുക്കിതൊക്കെ മേക്കപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ സഹായിക്കുമായിരിക്കും. അതുപോലുള്ള ആൾക്കാരൊക്കെ ആണല്ലോ അന്ന് നമ്മുടെ കൂടെയുള്ളത്. ഒരാളും സഹായിച്ചില്ല. അപ്പം റിയലൈസ് ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താ, നമ്മുടെ കൂടെ നമ്മുടെ ആവത്തിൽ ആരും ഉണ്ടാവില്ല. നമ്മളിരുന്ന് കരയോ ഞാൻ കരഞ്ഞിട്ടുമില്ല കേട്ടോ, കരഞ്ഞിട്ടൊന്നുമില്ല, അതൊക്കെ ഓർത്തിങ്ങനെ. പക്ഷെ ഒരു കാര്യം അന്ന് റിയലൈസ് ചെയ്ത ജുബിൻ, രാത്രി മനസ്സിലായി ഇതൊക്കെ നശിച്ചാലും ഒരാളും ചോദിക്കാൻ പോലും ഉണ്ടാവില്ല. നമ്മളോട് ഒപ്പം നിന്നവർ പോലും ചോദിക്കത്തില്ല. കാര്യം ഒരു സഹായം ചോദിച്ചാലോ ചോദിക്കത്തില്ല. അപ്പം നമ്മൾ തന്നെയാണെന്നുള്ള റിയലൈസേഷനാണ് ആദ്യം മനസ്സിലായത്. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ നൽകുന്നു. ആ ഇൻ്റർവ്യൂവിൽ നിന്ന് പുതിയൊരു ബിസിനസ് ഐഡിയയിലേക്ക് ലോഞ്ച് ആവുന്നു. കോളുകൾ വരുന്നു. ആ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകും. ആ ദിവസം എന്താണ് തോന്നി? അന്ന് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് പനി പിടിച്ചു. ഞാൻ പനിയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ ഫോൺ 10 പേജാണ് ഒരു ദിവസം വരുന്ന മിസ് കോളുകൾ എഴുതിയാൽ. എനിക്ക് തോന്നുന്നു 10-20 പേജിൽ മിസ് കോളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇവരെയൊക്കെ എന്തെങ്കിലും തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ജാനുവരി തൊട്ട് ഇന്ന് വരെ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫ് ചേഞ്ചായി. അതായത് ലൈഫ് ചേഞ്ച് ആക്കിയെന്ന് ഞാൻ പറയും. കാര്യം അത് അന്ന് അങ്ങനെ അക്സെപ്റ്റൻസ് കിട്ടുമെന്നൊന്നും ഞാൻ ഓർത്തിട്ടില്ല. കാര്യം നമ്മൾ രമ്യ എന്നോട് ചോദിക്കും, ചേച്ചി ഇങ്ങനെ പണ്ട് ചെയ്തിരുന്നല്ലേന്ന് വെച്ചപ്പോൾ അങ്ങനെയൊക്കെ അന്ന് റിസൾട്ട് കിട്ടിയെന്ന് കേട്ടതും ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. കാര്യം അത്രയ്ക്ക് ഇൻഫെർട്ടിലിറ്റി ഓവർസോൾഡ് ആയൊരു സമയമാണിത്. ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം കാത്തിരുന്ന് കിട്ടേണ്ട ഒരു കാര്യമായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഓക്കെ, നമ്മൾ പണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കെല്ലാം നമ്മുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഒരാൾക്കും എന്താ പറയുക, അത് അനുഭവിക്കാതെ നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഇത്രത്തോളം വിലയുണ്ടെന്ന് റിയലൈസ് ചെയ്ത ഒരു സമയമാണ് അത്. പിന്നെ എനിക്ക് മനസ്സിലായി, ശരി, ഇനി ഇവിടെ തൊട്ട് നമുക്കൊരു പുതിയ ഒരു പാത വെട്ടാം. പക്ഷേ അപ്പോഴും 2.0 നാച്ചുറൽ എഡിബിൾസ് ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനെ കിട്ടി ഞാൻ നിന്നെ പിടിച്ചോളാം എന്നുള്ളത് നാച്ചുറൽ എഡിബിൾസിനോട് ഞാൻ പറഞ്ഞു. നാച്ചുറൽ എഡിബിൾസ് എന്നെ കൈവിട്ട് പോകരുത്. എനിക്ക് എന്നും നാച്ചുറൽ എഡിബിൾസ് എൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ 4 പിള്ളേരെ പോലെ എന്നിലാണ് എല്ലാവരും തുടങ്ങുന്നത്, അതുപോലെ തന്നെയാണ് നാച്ചുറൽ എഡിബിൾസും. അപ്പോൾ അത് എന്തായാലും എനിക്ക് അപ്പം ഞാൻ ഉറപ്പിച്ചു. ബിജുബിൻ ചോദിച്ചപ്പോൾ ശരി, ഇനി നാച്ചുറൽ എഡിബിൾസിന് വേണ്ടി ആരുടെയും മുമ്പിൽ പോയി കാല് പിടിക്കണ്ട. ഒരാളുടെയും സ്ത്രീ, നിങ്ങൾ, തള്ളാന്നൊക്കെ വിളിച്ചവരുണ്ട്, അപ്പം അതൊന്നും ഇനി കേൾക്കണ്ടല്ലോ. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, മേലിൽ അങ്ങനെ വിളിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഈ കാശില്ലല്ലോ. അപ്പം ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇനി ഇതുപോലെയൊക്കെ ആരുടെയും മുമ്പിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ആരുടെയും മുമ്പിൽ പോയി ഞാൻ വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്ത, സ്വന്തം ജീവിതത്തിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഇത്രയും വാല്യുബിൾ ആണെന്നുള്ളത് എനിക്കപ്പം മനസ്സിലായി. അവസാനമായിട്ട് ഇവിടെ നിന്ന് ഒളിച്ചൊഴി ദുബായിലേക്ക് പോകുന്ന ആ രാത്രിയിൽ എന്തായിരുന്നു? ആ രാത്രിയിൽ ജുബിനെ 16 ബാഗും കൊണ്ടാണ് പോകുന്നത്. ഞാനത് ആലോചിക്കുക എന്ന് വെച്ചാൽ ഒരു വീട് വിട്ടു പോവുകയാണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹിലാൽ പോലും അറിയുന്നില്ല ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നു. ഞാൻ ലീഗൽ ഒപ്പീനിയനൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പം ഞാൻ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് അവിടെ ചെന്നതെല്ലാം മേടിക്കേണ്ട പൈസ വേണ്ടേ, കുക്കർ എല്ലാം ഉണ്ട്, പാത്രം. ഇപ്പം 16
ബാഗും എണ്ണുമ്പം ശരിക്കും അതില്ലാതെ എന്തോ ഒരു സാധനം എടുക്കാനായിട്ട് മോള് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ചീഞ്ഞ് നിറയെ സത്യം പറഞ്ഞാൽ കുളിച്ചിട്ടെങ്ങാണ്ട് അതിനകത്ത് വെച്ചാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പോലും അന്തം വിട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയും. ഇതൊക്കെ കൂടെ പെറുക്കി ഇവർ എവിടെ പോവുകയാണെന്ന്. അപ്പോൾ അന്ന് ഈ ബാഗിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ 16 ബാഗും കൊണ്ട് പോയിട്ട് ഞാൻ എപ്പോഴും ഓർക്കും ഈ സ്പൈസ് ജെറ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുമല്ലോ ഇങ്ങനെ. ഞാൻ അപ്പോഴാണ് ഒരു ശ്വാസം വിട്ടെ. കാര്യം എനിക്കിനി ഈ നാട് മതിയായി, ഈ കേരളം എനിക്ക് മതിയായി. ഇനി ഇന്ത്യ തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. കാര്യം എനിക്ക് മതിയായി. കാര്യം എത്ര വർഷം നമ്മുടേത് ഇവിടെ നമ്മൾ ഈ സോഷ്യൽ കോസ് എന്നും പറഞ്ഞ് നിന്നു, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചോ നമ്മളോട് നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചോ, നിങ്ങൾ ജീവിക്കുന്നുണ്ടോ, ഈ തകർച്ചയെ നിങ്ങൾ എങ്ങനെ? ഒരാളും ചോദിച്ചിട്ടില്ല എന്ന്, ഒരു മനുഷ്യരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി കേരളത്തിലോട്ട് ഞാൻ വരത്തില്ല, ഞാൻ പ്രോമിസ് ചെയ്യുക. മനസ്സിൽ എനിക്ക് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുകയാണല്ലോ. അപ്പം ഇതുങ്ങളൊക്കെ അപ്പോഴാണ് ശ്വാസം വിടുന്ന. സത്യത്തെ അതുങ്ങൾക്കറിയില്ല. അമ്മ പ്ലാൻ ചെയ്യുന്നു, കൂടെ നിൽക്കുന്നു. ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിക്കഴിഞ്ഞ് എനിക്കൊരു പേടിയുമില്ലാതെ എല്ലാ ഫ്ലൈറ്റ് യാത്രയും എനിക്ക് പേടിയുണ്ട്. ഒരു പേടിയില്ലാതെ ഞാൻ ഒരു യാത്രയെ ചെയ്തിട്ടുള്ളൂ, അത് അന്ന് ഈ സ്പൈസ് ഇറ്റ്ലി. ഇത് താഴെ പോയാലും എനിക്ക് പേടിയില്ല എന്നുള്ള കാര്യം. ഞാൻ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പുതിയൊരു ആളായിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ചത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ 2000 രൂപ നമ്മുടെ റോസ് നോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ 2000 രൂപയ്ക്ക് അവിടെ ഒരു വിലയില്ലല്ലോ. ഞാൻ എൻ്റെ അനിയത്തോട് നിനക്ക് വേണോ, എനിക്കിതിനൊക്കെ ചെയ്യും, ഞാൻ നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്കിന് വരെ. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയി 2000 രൂപ ഞാൻ കൊടുത്ത് ഇത് വെച്ചോ, നാട്ടിൽ പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കാമെന്ന് ഓർത്തു. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഈ 2000 രൂപയും കൊണ്ട് ഞാൻ ഞാൻ തകർച്ചയാണെങ്കിലും ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഒരു 2-3 കോടി രൂപയുടെ ബിസിനസ്സിലേക്കൊക്കെ ഞാൻ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. തകർന്നു പോയത് മറ്റു ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അത്രയും ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രൊക്യൂർമെൻറ്റ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് ഈ തകർന്ന് പോയ സ്ഥലത്തു നിന്നാണ്. പിന്നെ സ്വപ്ന ഭൂമി പോലെയുള്ള ദുബായിലെ ഒരു പാർട്ട്ണർ വിസയും ഞാൻ ഇതാക്കി. ഇനി അങ്ങനത്തെ സത്യം പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിൽ വലിയ മോഹം എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരിക്കലും നാച്ചുറൽ എഡിബിൾസ് വേറെ വലിയ ബ്രിട്ടാനിയയുടെ പോലെ അങ്ങനെയൊന്നുമില്ല. എൻജുബിനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അല്ല ഒരിക്കലും. ഇതിനങ്ങനെ നമുക്കൊരു വലിയ ടേൺ ഓവറിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനായിരിക്കും 300 രൂപ വെച്ചാലും വാങ്ങുന്ന ആൾക്കാരുണ്ട്, 400 രൂപ വെച്ചാലും വാങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ അരി മതി എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എന്തായാലും നമ്മളിവിടെ കാണും. പിന്നെ ഈശ്വരൻ ആരോഗ്യവും ഒക്കെ തരണം നമുക്ക്. ആരോഗ്യവും യാത്ര ചെയ്യാനൊക്കെ ഉള്ള ഇതും മനസ്സും സാമ്പത്തികവും ഒക്കെ തരട്ടെ. എന്തായാലും നാച്ചുറൽ എഡിബിൾസുമായി ഉണ്ട്. എന്തായാലും അങ്ങനെ പോകത്തില്ല. അങ്ങനെ ഞാൻ നാച്ചുറൽ എഡിബിൾസിനെയും കളയില്ല, അരി എണ്ണയും കളയുകയില്ല. ഉണ്ട്. മറ്റേ ഇത് ഒരു സെലിബ്രിറ്റിയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ചേച്ചിയോട് ചോദിക്കാം, അടുത്ത 5 വർഷത്തിനുള്ളിൽ ബിജി അബൂബക്കറിനെ എവിടെ കാണും? നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഫുഡ് കറക്ഷനിലും നാച്ചുറൽ എഡിബിൾസിൻ്റെയും ഇതായിട്ട് തന്നെ ഇവിടെ കാണും. നാച്ചുറൽ എഡിബിൾസും ഞാനും ഇവിടെ കാണും. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്ക് എന്നെ ഒരുപാട് പേര് ഓരോ രാജ്യത്തോട്ടൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ചേച്ചി ഇവിടെ വാ, നമുക്കത് ചെയ്യാം. പക്ഷേ എന്തെങ്കിലും പരിമിതികളുണ്ട്. ഫുഡ് കറക്ഷൻസിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. നമുക്ക് ഒരാളെ പോലും ഇരുത്താൻ പറ്റില്ല ജുവിനെ എടുക്കാൻ. അത്രയ്ക്കും കോൺഫിഡൻഷ്യലാണ് എല്ലാ മാറ്റേഴ്സും, അവരുടെ എല്ലാ ഇതും. പക്ഷെ 5 വർഷത്തിനുള്ളിൽ ഇപ്പം ഇത്രയും ഇതിലേക്ക് നമ്മൾ വന്നില്ലേ, ഇനി ഒരു 5 വർഷത്തിൽ നമ്മൾ അത്രയും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമ്മളുണ്ടാവും. പിന്നെ ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ, അതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ്. ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് കൊടുക്കുന്നവർ കരഞ്ഞല്ലേ നമ്മുടെ അടുത്ത് വരുന്നത്. ഒരു ഇൻസിഡൻറ്റ് കൂടെ പറയട്ടെ. നമ്മുടെ ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഒരാൾ അയക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഇയാൾക്ക് പലരുടെയും DP ഒന്നും ഇങ്ങനെ നമ്മൾ കാണത്തില്ലല്ലോ, മീൻസ് എന്തെങ്കിലും പൂവോ കായോ ഒക്കെ ആയിരിക്കും. ഇതൊരു മസിൽമാൻ്റെയാണ്, അതിങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഓർമ്മ ഇയാളെ. ഓക്കെ, എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു സർജറിയിലൂടെ എനിക്ക് എൻ്റെ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ സെമൻ പുറത്തേക്ക് വരുന്ന ഒരു ഡ്രോപ്പേ വരുള്ളൂ. അവർക്ക് ബാക്കി ഇവർ യൂറിനറി ബ്ലാഡറിലോട്ട് പോയിട്ട് പിന്നെ മൂത്രത്തിൻ്റെ കൂടെ വരുള്ളൂ. ശരിക്കും അയാൾക്ക് ഒരു സർജറിയിൽ പറ്റിയ പിഴവാണ്, ഒരു 20-22 വയസ്സുള്ളപ്പം. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, 8 വർഷമായി ജീവിതം മടുത്ത് ചേച്ചി എന്ന് പറഞ്ഞു. ഇവർ പുറത്താണ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി, ദൈവമേ ഇത് ഒരു സർജിക്കൽ എററാണല്ലോ ഇവരുടെ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഡ്രോപ്പ് ഓഫ് സെമൻ വരുന്നുണ്ടോ പ്രഗ്നൻ്റ് ആകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഏപ്രിൽ മാസം ഇവർക്ക് ഡയറ്റ് ഈ ഫുഡ് കറക്ഷൻ
അപ്പോൾ ഉടനെ ഏപ്രിൽ അവസാനമായപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഇപ്പോഴാണ് തുടങ്ങുന്നത്, വിഷു ഒക്കെ ആയിട്ട് ഞങ്ങൾ 1-2 ടൂറൊക്കെ ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾ പതിയെ തുടങ്ങിയാൽ മതി. ജൂൺ ആദ്യം എൻ്റെ മനസ്സിൽ ഒരു ദിവസം വെറുതെ തോന്നി ഒന്ന് വിളിക്കാമെന്ന്. അവൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മടുത്ത് ചേച്ചി, ജീവിതം മടുത്തു, സർജിക്കൽ എററാണല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒറ്റ ഡ്രോപ്പ് ഓഫ് സെമനിന്ന് ഒറ്റ സ്പേം മതി, ഒരു സ്പേം മതി ആരോഗ്യമുള്ള, അത് കിട്ടുമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു, പോസിറ്റീവായി, പ്രഗ്നൻ്റായി. അപ്പം കഴിഞ്ഞ ദിവസം സ്കാനിങ്ങും കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വിളിച്ചു, ചെറിയ ചേച്ചി എനിക്ക് ബേക്കറി ഐറ്റം ഒക്കെ തരുമ്പോൾ എന്നെ അടിച്ച് പൊട്ടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഡ്രോപ്പ് ഓഫ് സെമനിന്ന് പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് വരുമ്പോൾ എനിക്ക് കണ്ണുനീര് വേണം വരും. അത് മീൻസ് അതാണ് ബോഡി മനുഷ്യൻ്റെ, അത്രയും കറക്ഷൻസ് ചെയ്യാൻ പറ്റും ഫുഡിലൂടെ. അപ്പം എന്തായാലും ഇതിൻ്റെ ഈ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാണും. വളരെയധികം നന്ദി. ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു. ചേച്ചിയെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. ചേച്ചി പറഞ്ഞ പോലെ നാച്ചുറൽ എഡിബിൾസും ചേച്ചിയുടെ ഓരോരോ വിഷനും അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക്സ്.